ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു 14 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ അളവിലുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. സാധാരണ നമ്മൾ നൈറ്റി ഫ്രോക്കൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഒരു ഫ്രോക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളതിന് ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 മീറ്റർ ലൈനിങ്, 3 മീറ്റർ മെയിൻ ക്ലോത്തുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ലൈനിങ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. 2 പീസ് ഉണ്ട് കേട്ടോ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് അളവുകളൊന്ന് മാർക്ക് ചെയ്യാം. മൊത്തം നമുക്ക് വേണ്ട ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 46 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫ്രില്ലിനായിട്ടുള്ള ഒരു 9 ഇഞ്ച് ലെങ്ത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 37 ഇഞ്ചാണ് കേട്ടോ. ആ 37ൻ്റെ കൂടെ നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പോട് ചേർക്കാം. അതായത് 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ അടിക്കാനും 1 ഇഞ്ച് താഴെയും കൂട്ടി 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് പ്ലസ് ചെയ്തിട്ട് 38.5 നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തുണി കട്ട് ചെയ്തിട്ടിരിക്കുന്നത് 38.5 ഇഞ്ചിലാണ്. 2 പീസ് തുണിയുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള 2 പീസ് തുണിയാണ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2.5 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ നെക്ക് വരയ്ക്കണേക്കാളും കുറച്ച് ഉള്ളിലേക്ക് കയറ്റിയാണ് ഈ നെക്ക് വരച്ചേക്കുന്നത്. സാധാരണ നമ്മളൊരു 3 ഇഞ്ചൊക്കെ അല്ലേ മാർക്ക് ചെയ്യുന്നത്, 2.25 അല്ലെങ്കിൽ 3ഒക്കെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. കാരണം സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് അധികം വിഡ്ത്തിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, വൈഡായിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് ഏകദേശം 3 ഇഞ്ച് ആയിക്കോളും. അപ്പോൾ 2.5 ഇഞ്ചിൽ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്യുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ. 3.5 ഇഞ്ച് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ആ ഷോൾഡർ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് കണ്ടില്ല, ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 6.5 ഇഞ്ച് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കാം. ഇനിയിപ്പോൾ ആം ഹോൾ ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ ഷോൾഡറിൽ നിന്ന് താഴേക്ക് വരച്ചേക്കണ ആ ലൈൻ കണ്ടോ, ആ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ 6.5 വരച്ചേക്കണതുകൊണ്ട് സെൻറ്റർ ഒരു 3.25 ആയിരിക്കും. ആ 3.25 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഈ രണ്ടും വരച്ച ആ 2 പോയിൻറ്റുകളും ഒന്ന് ജോയിൻ ചെയ്ത് ഷേപ്പ് ചെയ്ത് ഇതുപോലെ ആം ഹോൾ വരച്ചെടുക്കുക. ഈ രീതിയിലാണ് നമ്മൾ ആം ഹോൾ വരയ്ക്കുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ചെസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ ബോഡിയിൽ നിന്നാണ് അളവെടുത്തത്. എനിക്ക് അളവെടുത്തപ്പോൾ കിട്ടിയത് 32 ഇഞ്ചാണ്. നമ്മൾ ഇവിടെ ചെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 32 ഡിവൈഡഡ് ബൈ 4 കാണുക, അതായത് 8. 8ൻ്റെ കൂടെ 1.5 ഇഞ്ച് ലൂസ് കൂട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന അളവെന്ന് പറഞ്ഞാൽ 9.5 ഇഞ്ചാണ്. അതുകൊണ്ട് ഞാൻ അവിടെ 9.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ല, നമ്മൾ ജസ്റ്റ് ആ ഒരു ഷേപ്പ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ആ ലൈൻ മാത്രമേ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി ഏറ്റവും മുകളിൽ നിന്ന് ഒരു 13 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗം. ആ ഷേപ്പ് വരുന്ന ഭാഗത്ത് നമുക്കൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് നമ്മൾ 9.5 മാർക്ക് ചെയ്തത്. അപ്പോൾ ചെസ്റ്റിനേക്കാളും കുറവായിരിക്കും ആ ഒരു ഭാഗത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു 8 ഇഞ്ചൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന് വേറെ അളവുകളൊന്നും നമുക്ക് കാര്യമായിട്ട് വേണ്ട. അപ്പോൾ സാധാരണ നമ്മൾ എ ലൈൻ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയില്ല, ആ ഒരു രീതി തന്നെയാണ്. താഴെ ഫ്രില്ല് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. താഴേക്ക് വരയ്ക്കുന്ന രീതിയെല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ 2 ലൈനുകളും ഒന്ന് കൂട്ടി യോജിപ്പിച്ച് താഴേക്ക് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 1.5 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പ് കൊടുക്കാം. 1.5 ഇഞ്ചോ 1 ഇഞ്ചോ കൊടുത്താലും മതി. ഞാനവിടെ 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും താഴത്തെ ആ ഒരു കോർണർ കണ്ടോ, ആ കോർണറിൽ നിന്ന് നമുക്കൊരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന്, താഴത്തെ ആ സെൻറ്ററിൽ നിന്ന് നമുക്ക് ആ 2 ഇഞ്ചിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. കാരണം ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തൂങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ കുറച്ച് കയറ്റി കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസ് നമുക്ക് ലൈനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് നമുക്ക് എടുത്തിട്ട് ഒരു പീസ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ഞാൻ തുണി എടുത്ത് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൽ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, 3 മീറ്റർ തുണിയും. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് എടുക്കാം. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ലെങ്ത്തിൽ എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിൽ തുണി ആദ്യം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ലൈനിങ് പീസ് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആ ലൈനിങ്ങിനേക്കാളും ഒരു ഇഞ്ചും കൂടെ കൂട്ടി ഒന്ന് തുണി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി തുണി മാറ്റി വയ്ക്കുക. അത് നമുക്ക് ഫ്രില്ല് ഇടാനുള്ളതാണ്. അപ്പോൾ നമുക്കിനി വേറെ തുണിയില്ല. നമുക്ക് സൈഡിൽ നിന്ന് തുണി എടുത്താലാണ് സ്ലീവ് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇതുപോലെ തുണി ഇട്ടിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് 4 പീസ് വരും തുണി. അതായത് സൈഡിൽ നിന്ന് നമുക്ക് 4 പീസല്ലേ കിട്ടുള്ളൂ. പിന്നെ നമ്മളതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് വേണം സ്ലീവ് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസ് കിട്ടുവാണെങ്കിൽ സ്ലീവ് വെക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ലൈനിങ് കണ്ടില്ലേ, ഈ ലൈനിങ്ങിൻ്റെ ഏറ്റവും വിഡ്ത്തുള്ള ഭാഗം, വീതി കൂടിയ ഭാഗം ഏറ്റവും താഴെയാണ്. അപ്പോൾ താഴെ ഞാൻ അളന്ന് നോക്കിയപ്പോൾ എനിക്കൊരു 17 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ ആ 17 ഇഞ്ചിൽ മാത്രം നമ്മൾ തുണി മടക്കിയിട്ടേച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 17 ഇഞ്ചിലാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വരയ്ക്കുന്ന ആ ഒരു ലൈൻ കണ്ടില്ലേ, അവിടെ വരെയാണ് തുണി മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മടക്കിയിട്ടേക്കുവാണ്. ആ ലൈനിൻ്റെ അവിടം വരെയാണ് മടക്കിയിട്ടേക്കുന്നത്. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രില്ലിനുള്ള പീസാണ്. ബാക്കി താഴ്ഭാഗത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയിൽ നിന്നിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് 9 ഇഞ്ച് ലെങ്ത്താണ് ഫ്രില്ലിന് വേണ്ടത്. ഇപ്പോൾ ഏകദേശം അത് ഈ പീസ് എന്ന് പറയുമ്പോൾ ഒരു 19 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഫ്രില്ലിനുള്ളതായി. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് ഫ്രണ്ടിലേക്കും, അതുപോലത്തെ മൊത്തം 4 പീസുണ്ട്. 2 പീസ് ഫ്രണ്ടിലേക്കും 2 പീസ് ബാക്കിലേക്കുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് ഒന്ന് ക്യാൻവാസിൽ കട്ട് ചെയ്യാം. 2.5 ഇഞ്ച് തന്നെയാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. കുറച്ചാണ് മാർക്ക് ചെയ്യുന്നുള്ളൂ. ചെറിയ ഒരു നെക്ക് മതി എന്ന് പറഞ്ഞിട്ടാണ്. അതൊരു സ്ക്വയർ പോലെ വരയ്ക്കുക. കറക്റ്റ് സ്ക്വയർ പോലെ തന്നെ വരയ്ക്കുക. എന്നിട്ട് ഒരു 1.25 ഇഞ്ച് വെളിയിലേക്കൊന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ തുണിയിൽ ക്യാൻവാസ് ഒട്ടിച്ച് പിടിപ്പിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു 1.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ക്വയർ നെക്ക്, വി നെക്കൊക്കെ ഇതുപോലുള്ള ഫ്രോക്കിന് നന്നായിരിക്കും. ഞാനിപ്പോൾ സ്ക്വയർ നെക്കാണ് വെക്കുന്നത്. അപ്പോൾ മുകളിലൊരു ബ്രിഡ്ജ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തുണിയിലേക്ക് വയ്ക്കുമ്പോൾ തെന്നി മാറിപ്പോവാതിരിക്കും. കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ നെക്ക് നമ്മളവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല കേട്ടോ. ബാക്കിൽ നമ്മൾ സാധാ പോലെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു നെക്കാണ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് സൈഡിൽ നിന്ന് നമുക്ക് ബാക്കി വന്ന പീസാണ് കേട്ടോ. അത് ഞാൻ കണ്ടോ വരച്ച് വെച്ചേക്കണ ആ ഒരു പീസാണ്. അതൊന്ന് 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ഒരു 4 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിഡ്ത്ത് ഞാൻ നോക്കിയിട്ടില്ല, മൊത്തത്തിൽ മടക്കിയിട്ടേക്കും കേട്ടോ. മുകളിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ നിന്നും ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ അതൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ സ്ലീവ് കട്ട് ചെയ്തതുണ്ടെങ്കിൽ ആ ഒരു ഇപ്പോൾ വരച്ച ലൈനില്ലേ, അതിൻ്റെ താഴേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തേച്ചാൽ മാത്രം മതി. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ആ ഒരു വരച്ച ലൈൻ കണ്ടോ, അവിടെ നിന്ന് വേണം സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. ഞാനിവിടെ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് താഴേക്ക് വരച്ചിട്ടുണ്ട്. ഇനി ആ ഇപ്പോൾ വരച്ച ലൈനിൽ നിന്ന് നേരെ താഴേക്ക് ആം ഹോൾ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്യുക. ആം ഹോൾ റൗണ്ട് 9 ഇഞ്ചാണ്. അപ്പോൾ ഞാനവിടെ ഒരു 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു 3.5 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു സ്ലീവിൻ്റെ ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ അവിടെ ഒരു സ്ലീവായി. ഇനി നമുക്ക് പഫ് വേണമെങ്കിൽ ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആ ഒരു സ്ലീവിലേക്ക് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. ഇപ്പോൾ കാണുമ്പോൾ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യണ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പഫ് സ്ലീവൊക്കെ. അതിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്കതിൻ്റെ താഴെ വയ്ക്കാനായിട്ട് ഒരു പടിയും കൂടെ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കട്ടിങ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.